3 കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഒന്നാമതായി, നമ്മുടെ രാജ്യത്തിൻ്റെ ബഹുമാന്യനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിക്കും ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാജിക്കും BJP എന്ന പാർട്ടിക്കും പ്രത്യേകം നന്ദി പറയുവാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. കാരണം അവർ തങ്ങളുടെ രാഷ്ട്രീയ കുതന്ത്രത്തിൻ്റെ ഭാഗമായി ദുഷ്ടലാക്കോടുകൂടി ആം ആദ്മി പാർട്ടിയെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ശ്രീ അരവിന്ദ് കേജ്രിവാളിനെ ജയിലിലടച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ കള്ളക്കേസെടുത്ത് PMLA എന്ന നിയമം ദുരുപയോഗം ചെയ്തുകൊണ്ട് ഒരു ഏകാധിപതിയെപ്പോലെ പെരുമാറുന്നത് ഇന്ത്യയിലെ ജനങ്ങൾ ഒന്നടങ്കം നോക്കിക്കാണുകയും BJPയുടെ അഴിമതിക്കും ഏകാധിപത്യത്തിനുമെതിരെ ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ ഒന്നടങ്കം രംഗത്ത് വരികയും ആം ആദ്മി പാർട്ടി നേതാവായ ശ്രീ അരവിന്ദ് കേജ്രിവാളിനെ ജയിലിൽ അടച്ചതിനെതിരെയും ആം ആദ്മി പാർട്ടിയുടെ സൽഭരണത്തെ പ്രകീർത്തിച്ചുകൊണ്ടും ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷ പാർട്ടി നേതാക്കളും രംഗത്ത് വന്നു. അവരോടെല്ലാം പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുവാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. മാത്രവുമല്ല, ആം ആദ്മി പാർട്ടി സംഘടിപ്പിച്ച പ്രതിഷേധ യോഗങ്ങളിൽ ഇവരെല്ലാം പങ്കുചേരുകയും ശ്രീ നരേന്ദ്രമോദിയുടെ ഏകാധിപത്യത്തെയും BJP എന്ന പാർട്ടിയുടെ അഴിമതിയെയും തുറന്നു കാട്ടുകയും അവർ നടത്തുന്ന ഭരണം ഇന്ത്യയിലെ അംബാനിക്കും അദാനിക്കും ശതകോടീശ്വരന്മാർക്കും മാത്രമായിട്ടുള്ളതാണ് എന്ന് ഇന്ത്യയിലെ ജനങ്ങളോട് ഉണർത്തിക്കുവാനും ഇന്ത്യയിലെ കർഷകർക്കും ദരിദ്ര വിഭാഗങ്ങൾക്കും പട്ടികജാതി വർഗ വിഭാഗങ്ങൾക്കും ദളിതർക്കും അവരുടെ ഉന്നമനത്തിനുതകുന്ന ഒരു ഭരണ സംവിധാനം ഇന്ത്യ മുന്നണി മുന്നോട്ട് വയ്ക്കുകയും അത് ഗ്യാരണ്ടികളിലൂടെ നടപ്പാക്കുകയും ചെയ്യുമെന്ന് പ്രഖ്യാപിക്കാനും നരേന്ദ്രമോദിയുടെ ഈ രാഷ്ട്രീയ കുതന്ത്രം ശക്തി പകർന്നു എന്നതാണ് സത്യാവസ്ഥ. അതിൻ്റെ ഫലമായി ഈ തെരഞ്ഞെടുപ്പിൽ ഓരോ ഘട്ടത്തിലും BJP പിന്നോട്ട് പോകുന്ന അവസ്ഥ സംജാതമായി. ഇപ്പോൾ നരേന്ദ്രമോദിയും അമിത്ഷാജിയുമെല്ലാം സ്വരം ഇടറുന്നത് നമ്മൾ അനുദിനം കണ്ടുകൊണ്ടിരിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ അവസ്ഥ സംജാതമാകുവാനായിട്ട് BJPയുടെ അഴിമതി തുറന്നു കാട്ടുവാനായിട്ട് അവരുടെ തന്നെ രാഷ്ട്രീയ കുതന്ത്രം ഇടയാക്കിയതിൽ നമുക്ക് അഭിമാനിക്കാം. അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന ഗ്യാരണ്ടികളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് സൗജന്യ വിദ്യാഭ്യാസവും സൗജന്യ ചികിത്സയും ദരിദ്ര വിഭാഗങ്ങൾക്ക് സൗജന്യ വൈദ്യുതിയും മറ്റ് ഗ്യാരണ്ടികളോടൊപ്പം നടപ്പാക്കുമെന്നുള്ളതാണ്. ഇത് അവർ ഡൽഹിയിലും പഞ്ചാബിലും പ്രാവർത്തികമാക്കി കാണിച്ചു തന്ന ഗ്യാരണ്ടികളാണ്. അതുകൊണ്ട് ആം ആദ്മി പാർട്ടി അഴിമതിക്കെതിരെ നടത്തുന്ന പോരാട്ടത്തിൽ നികുതിപ്പണം ജനക്ഷേമ പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങളിലേക്ക് തിരികെ എത്തിക്കുന്ന പദ്ധതികളിൽ പങ്കാളികളാകുന്നതിന് വേണ്ടി ആം ആദ്മി പാർട്ടിയെ ശക്തിപ്പെടുത്തുവാനായിട്ട് കേരളത്തിലെ എല്ലാ ആം ആദ്മി പാർട്ടി പ്രവർത്തകരോടൊപ്പം ഇതുവരെ അംഗങ്ങളാകാത്ത എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട പ്രവർത്തകർ ജനങ്ങൾ ആം ആദ്മി പാർട്ടിയിലേക്ക് അംഗത്വമെടുത്ത് കടന്നു വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ജയ് ആം ആദ്മി പാർട്ടി, ജയ് ജയ് അരവിന്ദ് കേജ്രിവാൾ, ഭാരത മാതാ കി ജയ്. താങ്ക് യു.